ഈ വീഡിയോ 4K 24 FPS എടുത്തൊരു വീഡിയോ നമ്മളിപ്പോൾ സ്ലോ മോഷനിലാക്കി ഇങ്ങനെ ജെർക്ക് വരും അല്ലേ, ഇങ്ങനെ നമുക്ക് ലാഗ് പോലെ തോന്നും അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പം കാണുന്ന പോലെ 4K ഇതും 24 എടുത്ത് സെയിം ഫുട്ടേജിനെ ഞാൻ എങ്ങനെ സ്ലോ മോഷൻ ആക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോഗ്രാഫേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അവർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ബ്രോ ഞാൻ അറിയാതെ ഇപ്പോൾ ഒരു 4K 24 എടുത്ത് പോയി അതിനെങ്ങനെ നല്ല സ്മൂത്ത് സ്ലോ മോഷൻ ആക്കാൻ പറ്റും. സോ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. പെട്ടെന്ന് അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡാവിഞ്ചി റിസോൾവ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളില്ലാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ പോയി ട്യൂട്ടോറിയൽസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അത് ആവശ്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാൻ പുതിയൊരു വീഡിയോ ഇടാവുന്നതായിരിക്കും, എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതൊക്കെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനൊരു ക്ലിപ്പ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു 4K 24 FPS ഒരു ക്ലിപ്പാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നോർമൽ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യണം കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ സ്ലോ മോഷൻ ആക്കാമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ കമാൻഡ് 6 പതിക്കുക. നിങ്ങൾക്ക് ഇപ്പം റീടൈമിൻ്റെ ഓപ്ഷൻ വരും. റീടൈം മീൻസ് സ്പീഡ് ചേഞ്ചിൻ്റെ ഓപ്ഷൻ വരും. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെയാണ് നിങ്ങൾക്ക് സ്ലോ മോഷൻ ആക്കേണ്ടത്. ഇപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആക്കാൻ പറ്റും. സോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇതിന് ശേഷമുള്ള ഈ പോർഷനിലാണ് എനിക്ക് ആക്കേണ്ടത്. സോ അവിടെ ഞാൻ ജസ്റ്റ് ഈ ആരോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് സ്പീഡ് പോയിന്റ് കൊടുത്തതിന് ശേഷം എത്ര സ്ലോ മോഷൻ ആണ് ഞാൻ ഇത്ര എനിക്ക് സ്ലോ മോഷൻ ആക്കണം. ഇവിടെ ഞാൻ വീണ്ടും ആഡ് സ്പീഡ് കൊടുത്തതിന് ശേഷം ഇവിടുത്തെ ഈ പോയിന്റിൽ പിടിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്ന വെച്ചാൽ കാണാൻ പറ്റും, ജെർക്ക് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് അതിന് ഫുൾ സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ജെർക്ക് എങ്ങനെ മാറ്റാനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ 4K 24 എടുത്താലും എന്തെങ്കിലും എടുത്താലും ലൈക്ക് ഇപ്പോൾ നിങ്ങൾ 60 എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ക്യാമറ സപ്പോർട്ടഡ് അല്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ മൂവ്മെൻറ്റ്സ് എങ്ങനെ നമുക്ക് നല്ലൊരു സ്മൂത്ത് ആക്കാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ഞാൻ അതിൻ്റെ മുമ്പേ ഈ സ്പീഡ് പോയിന്റ് ആഡ് ചെയ്തതിൻ്റെ അവിടെ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്. അതേപോലെ എനിക്ക് ഏത് വരെ വേണോ സോ അതുവരെയുള്ള ഇതും ഞാൻ ഒന്ന് കട്ട് ചെയ്യാണ്. കാണാൻ പറ്റും. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പോകാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്പെക്ടറിൽ നമുക്ക് താഴെ പോയെന്ന് വെച്ചാൽ റീടൈം ആൻഡ് സ്കെയിലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിൽ നിങ്ങൾ റീടൈം പ്രോസസ്സിന് ഒപ്റ്റിക്കൽ ഫ്ലോ ആക്കുക. അതേപോലെ തന്നെ മോഷൻ എസ്റ്റിമേഷന് നിങ്ങൾ സ്പീഡ് റാപ്പ് ആക്കുക. അതിനുശേഷം റീസൈസ് ഫിൽറ്ററിൻ്റെ അവിടെ പോയിട്ട് നിങ്ങളൊന്ന് ഷാർപ്പൻ ആക്കുക. സോ ഇത്ര ആക്കിയെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോ സ്മൂത്തായിട്ട് വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയത് ജസ്റ്റ് പ്രോസസ്സിങ് ചെയ്യാണ്. സോ നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുട്ടേജ് ഇവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം നമുക്ക് നോർമലായിട്ടാണ് വരുന്നത്. ഞാനിപ്പം നമുക്കവിടെ കണ്ടോ നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഒരു കിടിലൻ ട്രാൻസിഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ പുതിയ ടിപ്സ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തൊക്കെ ടിപ്സും ട്രിക്സ് വേണമെന്ന്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്കൊരു പുതിയൊരു കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.